സോ ഹേലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാം വെച്ചിട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നോഗൺ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ബി ആർ റാങ്കഡാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബി ആർ ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലോബിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞൂടാ. പിന്നെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെലി വെപ്പൺസ് യൂസ് ചെയ്യും, ഗ്ലൂ വാൾ യൂസ് ചെയ്യും, ഗണ്ണ് മാത്രം നമ്മൾ റിമൂവ് ആക്കുള്ളൂ. നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ആവാൻ പറ്റുമെന്ന് അറിയില്ല. കംപ്ലീറ്റ് ആവണ വരെ നമ്മൾ വീഡിയോ ഇടും ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇനി ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ വേറെ ചലഞ്ചായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കാര്യങ്ങളൊന്നും പറഞ്ഞ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീട്ടിലോട്ട് പോകണേക്കാകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ബി ആർ റാങ്കഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്കില്ല് നമ്മൾ ഇൻവെസിബിൾ കാർട്ടറാണ് ഇറങ്ങേ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടിയും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോ ഗൺ ചലഞ്ച് ആണ് പറഞ്ഞ പോലെ. നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ലോബിയിൽ നിൽക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം. കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. കട്ടാനയോ പരാങ്ങോ അങ്ങനെ എന്താ വേണമെങ്കിലും എടുക്കാം. ഗണ്ണ് മാത്രം നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ. കംപ്ലീറ്റ് പറ്റുമെന്ന് അറിയില്ല കൈ. നോക്കി നോക്കാം. ഓക്കെ, മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചലഞ്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് അത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഏതെങ്കിലും മൂലയ്ക്ക് ഇറങ്ങുന്നതാണ് നല്ലത്. നമുക്ക് മാർഷൽ ട്രിക്കിൽ ഇറങ്ങാം ഗൈസ്. ഓക്കെ, മാർഷൽ ഇറങ്ങാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യണത്. ഫസ്റ്റ് ട്രൈ ആണ്, ഫസ്റ്റ് ചലഞ്ചാണ്. ഓക്കെ, നമ്മൾ ചാടിയിട്ടുണ്ട് ഗൈസ്. ഈ ന്യൂ അപ്ഡേറ്റ് എങ്ങനെ ഉണ്ടെന്നും കൂടി നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഗൈസ്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ഇവൻ്റ് ആയിട്ടാണ് തോന്നിയത്, അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മുടെ ഫിഷിങ് സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. ഓക്കെ, നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ഗണ്ണുകളൊക്കെ മാറ്റാണ്. എന്നിട്ട് നമ്മൾ മെലി വെപ്പൺസും ഗ്ലൂ വാളും ഗ്രനേഡൊക്കെ സെലക്ട് ചെയ്യും. ചിലപ്പോൾ ആദ്യം തന്നെ ചാവും കേസ്. ഓക്കെ, യൂസ് ചെയ്യും. ഒന്നും വേണ്ട കേസ്, നമുക്ക് ഒന്നും വേണ്ട. ഇതൊക്കെ തൊടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് വീണ്ടും കളയാൻ നിൽക്കേണ്ടി വരും. എന്തിനാടെ ഇത് കയറി വരണേ? കേസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് പോകണം. ഇവിടെ ഒന്നും ഒരു ഇതുമില്ല. കിങ് ഫിഷർ ഉണ്ട്. കയ്യിൽ നിന്ന് മാറ്റാൻ കഴിച്ചു. ഞാൻ എന്തെങ്കിലും കിട്ടണമെന്ന് നോക്കട്ടെ. നമുക്ക് ഇതിലിപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് 3 ഹേർട്ട് വയ്ക്കാം, 3 ലൈഫ് വയ്ക്കാം. എന്ന് വെച്ചാൽ നമുക്ക് 3 തവണ ഗണ്ണ് വെച്ച് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാച്ച് ഇങ്ങനെ പോട്ടെ. ഓക്കെ, നമുക്ക് പാൻ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കളിക്കാം. കട്ടാന കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. ഫിഷ് പിടിക്കാം ഗൈസ്, ഫിഷ് പിടിക്കാം. ഗൈസ് ആരെ വരണ പോലില്ല ഗൈസ്. ഇവിടെ ആരും ഉണ്ട്. നമുക്ക് നൈസായിട്ട് സ്കൂട്ടാവാം, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കയറാം. ഇവിടെ ആരുണ്ട്, ഇവിടെ ആരുണ്ട്. ഇവിടെ പരാങ്ങുണ്ട് ഗൈസ്, പരാങ്ങ് പിടിക്കാം. ആരാ വരണ്ടേ? പോയെന്ന് തോന്നുന്നു.
ആ അതേ പോണ് ഗൈസ്, ഇതേ പോണ്. നോക്കാം, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. മിക്കവാറും ഇപ്പം തന്നെ ഞാൻ വടിയാവേ. ഗൈസ് ഇച്ചിരി ടാസ്ക്കാണ്, ഗണ്ണിലേക്ക് കൈ പോവാണ് ഗൈസ്, ഇച്ചിരി ടാസ്ക്കാണ്. ഇവിടെ ഉണ്ട് ആള്. നമുക്ക് ഈ ഇതെടുത്ത് എറിഞ്ഞാലാ? സീനായി. ഓ മോനെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹീല് സക്സസ്ഫുള്ളായി. ഇനി അവൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഫസ്റ്റ് ഹീല് സക്സസ് ആയതുകൊണ്ട് ഇനി അടുത്ത് നോക്കണം. ഇങ്ങനെ ഒളിച്ച് കളിച്ചു കഴിഞ്ഞാൽ ബൂയേൻ്റെ കാര്യം നോക്കണില്ല. ഞാൻ ഇതേവരെ ട്രൈ ചെയ്യാത്ത ചലഞ്ച് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം, 10 അലൈവെങ്കിലും പിടിക്കാൻ പറ്റും നോക്കാം ഗൈസ്. ഓക്കെ, ബൂയ അടിക്കണ വരെ ആയിരിക്കും എൻ്റെ ചലഞ്ച് എന്നാണ്. ഇതിൽ നന്നായിട്ടുള്ള ചലഞ്ച് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾ ചെയ്യുക. നമുക്കിനി പീക്കിലേക്ക് പോവാം. പരാങ്ങ സെറ്റാണ് ഗൈസ്, 110 കയറണുള്ള ഹെഡ്, കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടേ അടിക്കാം. ഈ സാധനം കൊള്ളാം, ഈ എറിയണത് നല്ല ഡാം കയറുന്നുണ്ട്. ഒരുത്താ സിപ്ലൈൻ പിടിച്ച് വരണ്ടെന്ന് തോന്നുന്നു. ഒളിച്ചിരുന്ന് കളിക്കാൻ പറ്റുള്ളൂ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. MP40 ഒക്കെ കണ്ടിട്ട് അടിക്കാൻ തോന്നുന്നു. അയ്യോ, ഇപ്പം എല്ലാം കൂടി ഇങ്ങോട്ട് വരും. പീക്കിലേക്ക് സോൺ കയറി. സൂപ്പർ. ഈ ക്യാരക്ടർ എങ്ങനെ ഉണ്ടെന്നും കൂടി കമന്റിൽ അറിയിക്കുക ഗൈസ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഇതേപോലത്തെ ചാലഞ്ചുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാം, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഒരു ഉറപ്പില്ല കംപ്ലീറ്റ് ആവുമെന്ന്. ബൂയെ കിട്ടുമെന്ന് പോലും അറിഞ്ഞൂടാ. ഒരുത്തിന് അവിടെ ഉണ്ടേ. ഇപ്പോൾ സിപ്ലൈൻ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര സിനിമാവും. അങ്ങനെ പറയുന്നത്. അയ്യോ ചത്ത്, കോപ്പല റിവൈവ് ആവും നമ്മൾ. ഓക്കെ, ആയം തന്നെ പണി മാറിയിട്ടുണ്ട് നൈസായിട്ട്. ഇനി ഇറങ്ങി ഇനിയിപ്പോൾ വെപ്പൺ കിട്ടണമെങ്കിൽ തന്നെ നല്ല പാടുപെടും. ഫിസ്റ്റ് വെച്ച് ഇടിച്ചിടാൻ പറ്റുമോ നോക്കാം. ഓരോരുത്തരും ഇറങ്ങുന്നുണ്ട്, അതിൽ പക്ഷേ യൂസ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ്. ഇതിൻ്റെ ടോപ്പിൽ ഇറങ്ങിയിട്ടേ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അയ്യോ, അടി കിട്ടണം. അയ്യോ, ഇവിടെ ഒന്നുമില്ല. സാവക വെപ്പണമൊന്നുമില്ല ഇവിടെ. പണി കിട്ടി. ശേ, അവനടിക്കാൻ പോകണ്ടായിരുന്നു. ഞാൻ നല്ല അടി വരുന്നുണ്ട്. ഒന്നും കിട്ടാണ്ട് അങ്ങോട്ട് പോവാനും പറ്റില്ല. 15 ലൈവ് ഉണ്ട്. അതൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമാണ്. റാങ്ക്ഡ് മാച്ചാണ് കഴിച്ചത്. ഒരു പേടിയുള്ളൂ.
സാധാ മാച്ചായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു. മെഡിക്കറ്റ് എടുക്കുക. പോകണൊക്കെ പറഞ്ഞു. ഒരു മെലി വെപ്പം പോലും ഇല്ലല്ലോ കൈസ് ഇവിടെ. ഒളിച്ചിരിക്കുക, അതന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബൂയ അടിക്കണ കാര്യത്തിൽ ഒന്നും നോക്കണ്ട. പക്ഷെ ഇവിടെ ലൂട്ട് ബോക്സ് ഉണ്ട്, അതിന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഒന്നുമില്ല കൈസ്. 75 വുഡ് പെപ്പർ. എന്തിനിതെനിക്ക്? എനിമിയുണ്ടേ. ഇവിടെ ഡ്രോണൊക്കെ പറത്തി വിട്ടിട്ടുണ്ട്. ഈ ഇടിച്ച് കൊല്ലേണ്ടി വരും. മെലി വെപ്പണം ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ആരോ കണ്ട് കയറി പറ്റ. ഗണ്ണില്ലാണ്ട് ഒന്നും നടക്കില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. എല്ലാ എണ്ണം പുറത്ത് നിന്ന് ഭാരകടിയാണ്. ഇതേ പോണോക്കി ഒരുത്താൻ. നമുക്ക് ബാഗിൽ കൂടെ പോയി ഇടിച്ചിടാൻ നോക്കിയാലോ. കട്ടാന കിട്ടി. നമുക്ക് കട്ടാന കിട്ടി. അയ്യോ ഗൈസ്, ചത്ത്. ഷോർട്ട് വീഡിയോ പോയി. കോപ്പിലൊക്കെ സ്റ്റൺ ലൈവ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. വിഷമമൊന്നുമില്ല. അത് ഒരു വെട്ടുകൂടി കിട്ടിയാൽ മതിയായിരുന്നു. അവൻ എന്തോരം വെട്ടുകൂടിയതാണ്. അവൻ ചത്ത്. ഓക്കെ ഗൈസ്, ഇനി ഇതേപോലത്തെ ചലഞ്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമുക്കിത് വീണ്ടും ട്രൈ ചെയ്യാതെ നോക്കാം. അതല്ല, പുതിയ ഏതെങ്കിലും ചലഞ്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സക്സസ്ഫുള്ളി പരാജയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചലഞ്ച്. ഞാൻ വിചാരിച്ച പോലില്ല ടർണേജ് പിടിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഒരു കില്ല് നമുക്ക് കിട്ടി ഗൈസ്. നമ്മുടെ വെപ്പൺ വെച്ച് ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഗണ്ണില്ലാണ്ട് കളിക്കാൻ പറ്റുന്നത് ഇത്തിരി ടാസ്ക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ചലഞ്ചുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.